Cradfors Duke, Drunken Pulse, Mandigofen, Race Competition 390 Honda and Cross Beam Racer അഥവാ ക്ലോസ് ബോഡി റേസർ. ഏറ്റവും മെയിൻ ആയിട്ട് ഇതൊരു ഹിമാലയന്റെ റൈവൽ ആയിട്ടാണ് ജാവ റിലീസ് ചെയ്യുന്നത്. അതായത് 1960 ക്ലാസിക് റോയൽ എൻഫീൽഡിന്റെ പേരായിരുന്നു ഇന്റർസെപ്റ്റർ. വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. മെയിൻലി ഡ്യൂ ടു ഇറ്റ്സ് പ്രൈസ്. നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി റോഡ്സ്റ്റർ 650 തന്നെ ആയിരിക്കും. ഹേ ഗൈസ്, വാട്ട്സ് അപ്പ്, വെൽക്കം ബാക്ക് ടു ഹോപ്പിംഗ് മല്ലു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്കമിംഗ് കാർസിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഇനി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്കമിംഗ് ബൈക്സിനെ പറ്റിയാണ്. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഏത് ബൈക്ക് ഓൺലൈൻ ചോദിച്ചാൽ അത് Cradfors Duke, Drunken Pulse, Mandigofen, റേസ് കോമ്പറ്റീഷൻ 390 2021 ആണ്. അതായത് ചുരുക്കി പറഞ്ഞ KTM RC 390 2021. അതെ, ഈ ഒരു KTM ജർമ്മൻ ഫുൾ ഫോം ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത്. 2013 ഈ ഒരു ഡ്യൂക്കിന്റെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വേർഷൻ EICMA, അതായത് ഇറ്റലിന്റെ മോട്ടോർ സൈക്കിൾ ഷോയിൽ ആദ്യമായിട്ട് ഷോക്കേസ് ചെയ്യുന്നത്. അതിനുശേഷം 2014 നമുക്ക് ഈ ഒരു KTM RC സീരീസ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രി എൻറ്റയർലി റെവല്യൂഷൻ ആണ് അവിടെ കണ്ടേക്കുന്നത്. അതായത് KTM ഓഫർ ചെയ്യുന്ന ഒരു പവർ ഡെലിവറി, അവരുടെ വണ്ടിയിലുള്ള പവർ ഡെലിവറി, പിന്നെ അവരുടെ പ്രൈസിങ്ങും, അതാണ് KTMനെ ഏറ്റവും കൂടുതൽ ബാക്കി വണ്ടികളിൽ നിന്നും മാറ്റി വെക്കുന്നത്. ഇപ്പോഴത്തെ ചില ട്വിൻ സിലിണ്ടർ ബൈക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെക്കാട്ടി കൂടുതലാണ് നമ്മുടെ KTM ബൈക്സ് സിംഗിൾ സിലിണ്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ ഫാക്ടറിലേക്ക് വരാം. അതായത് 2021 BS6 KTM RC 390. അതായത് 2013 ശേഷം 2017 കുറച്ച് ചേഞ്ചസ് വരുത്തിയത്. അതായത് കുറച്ച് എന്താ പറയുക, ഫീച്ചേഴ്സ്, സ്ലിപ്പർ ക്ലച്ച്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇറക്കിയിട്ട് അവിടെ ഒരു ഫേസ് ലിഫ്റ്റ് നമുക്ക് KTM 390 കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു മെയിൻ ഫേസ് ലിഫ്റ്റ് അത് നമുക്ക് 2021 കാണാൻ, അതായത് ഈ വർഷത്തിലാണ് റിലീസ് ചെയ്യുന്നത്. 2021 KTM RC 390 നമുക്ക് എന്താ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിസൈൻ ആണ്. അതിപ്പോൾ നമ്മൾ എന്ത് നോക്കിയാലും, അതിപ്പോൾ ടാങ്ക് നോക്കിയാലും, മിറേഴ്സ് നോക്കിയാലും, ഈവൻ ലൈറ്റ്സ് വരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് ലീക്ഡ് ഇമേജസ്, ഒരുപാട് സ്പൈ ഇമേജസ് തീർച്ചയായിട്ടും കണ്ടു കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ TFT ഡിസ്പ്ലേ ആണ്. അതായത് ഇപ്പോഴത്തെ കറന്റ് ജനറേഷൻ ഡ്യൂക്ക് 390 കണ്ടുവരുന്ന പോലത്തെ ഒരു TFT ഡിസ്പ്ലേ വരാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ ഡ്യൂക്ക് 390 പോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് സെയിം അല്ല, എന്നാൽ ഇവിടെ ചേഞ്ചസ് ഉണ്ട്. അതായത് പാനൽ ഇന്റഗ്രേറ്റഡ് LED DRLs, വിങ്കേഴ്സ്. ഈ ഒരു ലീക്ഡ് ഇമേജസ് നമുക്കിപ്പോൾ കയ്യിലുള്ളൂ. അതായത് നമുക്കിപ്പോൾ ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെ അമേസിംഗ് ഫീച്ചേഴ്സ് ആണ് KTM നമുക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. അതായത് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടോ, ഓട്ടോ ക്ലിപ്പർ ഉണ്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ ലോഞ്ചിനെ പറ്റി പറയുകയാണ്. അതായത് ഇപ്പോൾ കറന്റ്ലി, അതായത് മെയ് ജൂൺ സമയത്ത് ലോഞ്ച് ചെയ്യാനിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പാൻഡമിക്കിന്റെ ലോക്ക്ഡൌൺ ഒക്കെ കാരണമാണ് അത് ഡിലേ ചെയ്യാൻ പോകുന്നത്. ഷുവർലി ഇൻ എ മന്ത് ഓർ 2 അത് തീർച്ചയായിട്ടും റിലീസ് ആവും. ഇനി നമ്മൾ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അറൌണ്ട് 3 to 3.5 lakhs ആയിരിക്കും ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് പ്രൈസ് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ. ഇനി നമ്മൾ റൈവൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാലോ, Dominar 400 ഉണ്ട്, Ninja 300 ഉണ്ട്. അങ്ങനെ കുറച്ച് ബൈക്സ് ആണ് നമ്മുടെ ഈ ഒരു KTM RC 390 കോമ്പറ്റീഷൻ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സ് ഉള്ളത്. രണ്ടാമത്തെ വണ്ടി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഹോണ്ടന്റെ ക്രോസ് ബീം റേസർ അഥവാ ക്ലോസ് ബോഡി റേസർ 300R. ചുരുക്കി പറഞ്ഞാൽ Honda CBR 300R. Honda CBR 250R പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടുകയാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ വളരെയധികം റണ്ണിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് 250R. അപ്പോൾ അതിന്റെ തന്നെ ഒരു അപ്ഗ്രേഡ് അഥവാ ഒരു എൻജിൻ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയ ഒരു വേരിയന്റ് ആണ് ഈ ഒരു 300R. 286cc ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുകയാണ്. അറൌണ്ട് 30 bhp ആൻഡ് 27 Nm ഓഫ് ടോർക്ക് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എഞ്ചിൻ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ, 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി. ഇനി നമ്മൾ പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ അറൌണ്ട് 3 lakhs ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു CBR 300R ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കിന്. റൈവൽസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് അധികം റൈവൽസ് ഉണ്ട്. അതായത് TVSന്റെ Apache RR 310, Dominar 400, Ninja 300, RC 390, അങ്ങനെ ഡിഫറെന്റ് ബൈക്സ് ആണ് ഈ ഒരു CBR 300 റൈവൽസ് അഥവാ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. മൂന്നാമത്തെ വണ്ടി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏതാന്ന് ചോദിച്ചാൽ അത് യമഹാന്റെ YZF R3 ആണ്. ചുരുക്കി പറഞ്ഞാൽ R3 വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. മെയിൻലി ഡ്യൂ ടു ഇറ്റ്സ് പ്രൈസ്. ആ ഒരു R3ന്റെ അപ്ഗ്രേഡ് അഥവാ ഫേസ് ലിഫ്റ്റ് എഡിഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 2021 അഥവാ 2022. R3ന്റെ എഞ്ചിൻ കപ്പാസിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അറൌണ്ട് 321cc ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആണ് വിത്ത് ലിക്വിഡ് കൂളിംഗ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അറൌണ്ട് 42 PS ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 29 Nm ഓഫ് ടോർക്കും ആണ്.
പിന്നെ നമ്മളിന്റെ ഗിയർ ബോക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് ഡിസ്ക് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരു 298mm ഡിസ്ക് ഫ്രണ്ടിലും അതേപോലെ തന്നെ ഒരു 220mm ഡിസ്ക് ആണ് ബാക്കിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ് അറൌണ്ട് 3.5 lakhs ആണ് നമ്മൾ ഇതിന്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ R3ന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. റൈവൽസിനെ പറ്റി സംസാരിക്കുകയാണ് ഒരുപാട് ഇന്ത്യൻ റൈവൽസ് ഈ ഒരു ബൈക്കിനുണ്ട്. അതായത് എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ RC 390, Dominar 400 അങ്ങനെ ഒരുപാട് ബൈക്സ് ആണ് ഇതിന്റെ റൈവൽ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. നാലാമത്തെ വണ്ടി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു അഡ്വഞ്ചർ സെഗ്മെന്റ് ബൈക്കാണ്. അതെ, ജാവാന്റെ അഡ്വഞ്ചർ 300. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരുപാടധികം ലീക്ഡ് ഇമേജസോ അത് കൂടാതെ തന്നെ പ്രോട്ടോടൈപ്സോ അങ്ങനെ ഒന്നും കാണാൻ കഴിയത്തില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഒരു സ്കെച്ചാണ്. നമ്മൾ ഇതിന്റെ പവർ ഫിഗേഴ്സിനെ പറ്റി ഒരു റഫ് ഐഡിയ പറയുവാണ് അറൌണ്ട് 293cc, അതായത് ഒരു 300cc എഞ്ചിൻ ആയിരിക്കും, സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. അത് കൂടാതെ തന്നെ നമ്മൾ പവർ ഫിഗേഴ്സിനെ പറ്റി സംസാരിക്കുവാണ് അറൌണ്ട് 26 PS പവർ ആയിരിക്കും, അതേപോലെ തന്നെ 27 Nm ഓഫ് ടോർക്കും. നമുക്ക് ഇതിലെ ഡിസൈനിനെ പറ്റി സംസാരിക്കുകയാണ് ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് ജാവേനെ തന്നെ ആ ഒരു റെട്രോ സ്റ്റൈൽഡ് റൗണ്ട് ഹെഡ് ലാംപ്സ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഒരു ടോൾ വിൻസ്ക്രീൻ, അതായത് അഡ്വഞ്ചർ സെഗ്മെന്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിരിക്കും കാണാൻ കഴിയുന്നത്. അതായത് റോയൽ എൻഫീൽഡ് ഹിമാലയനിലൊക്കെ ഇപ്പോൾ വരുന്ന പോലത്തെ അതേപോലത്തെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഈ ഒരു ജാവ അഡ്വഞ്ചർ 300 എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഫെൻഡർ വെച്ച് നോക്കുമ്പോൾ അതായത് ഒരു അഡ്വഞ്ചർ ടൂററാണ്. അപ്പോൾ കൈൻഡ് ഓഫ് അഡ്വഞ്ചർ ടൂറിന്റെ ആ ഒരു പേർപ്പസ് മീറ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫെൻഡർ റേസ്ഡ് ആയിട്ട് ബീക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ജാവ ഒഫീഷ്യലി ഒരു ന്യൂസും പറഞ്ഞിട്ടില്ല ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റിയോ ഇതിന്റെ ഒരുപാടധികം ഫീച്ചേഴ്സിനെ പറ്റിയോ. അപ്പം നമുക്ക് ഇതിന് തീർച്ചയായിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് under 3 lakh വരുമോ, under 2 lakh വരുമോ. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫീച്ചർ, R&D ആൻഡ് ഓൾ അതർ തിങ്സ്. ഏറ്റവും മെയിൻ ആയിട്ട് ഇതൊരു ഹിമാലയന്റെ റൈവൽ ആയിട്ടാണ് ജാവ റിലീസ് ചെയ്യുന്നത്. അതായത് അഡ്വഞ്ചർ കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിമാലയൻ ആണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട്. ഹിമാലയൻ അതേപോലെ തന്നെ എക്സ്പൾസ്, ഈ രണ്ട് ബൈക്സ് ആയിരിക്കും ജാവ അഡ്വഞ്ചർ 300 മെയിൻ ആയിട്ടുള്ള റൈവൽസ്. ബൈക്ക് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഏതാന്ന് ചോദിച്ചാൽ അത് റോയൽ എൻഫീൽഡ് ബൈക്കാണ്. അതെ, റോയൽ എൻഫീൽഡ് റോഡ്സ്റ്റർ 650. അതായത് 2017 റോയൽ എൻഫീൽഡ് കമ്പനി ആദ്യമായിട്ട് ഈ ഒരു 650cc ട്വിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 1960 ക്ലാസിക് റോയൽ എൻഫീൽഡിന്റെ പേരായിരുന്നു ഇന്റർസെപ്റ്റർ. ആ ഒരു പേര് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഒരു ഇന്റർസെപ്റ്റർ വേരിയന്റ് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ 650 ട്വിൻസിന് ഒരു പേര് വന്നത്. അതേപോലെ തന്നെ ഒരു കാഫെ റീസർ പർപ്പസിൽ ബിൽഡ് ചെയ്തതാണ് ഈ ഒരു കോണ്ടിനെന്റൽ GT. 650cc എഞ്ചിൻസ് ആണ് ഈ ഒരു ഇന്റർസെപ്റ്ററിൽ, അതേപോലെ തന്നെ കോണ്ടിനെന്റൽ GTയിലും കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് റോഡ്സ്റ്റർ 650നെ പറ്റി സംസാരിക്കാം. അതായത് റോയൽ എൻഫീൽഡ് അവരുടെ 650 ട്വിൻസ് പ്ലാറ്റ്ഫോംസ് എക്സ്പാൻഡ് ചെയ്യുവാണ്. അതായത് പുതിയൊരു ക്രൂസർ കൊണ്ടുവന്നിട്ടാണ് അവിടെ അവർ എക്സ്പാൻഷൻ ചെയ്യുന്നത്. ഒരുപാടധികം ലീക്ഡ് ഇമേജസ്, അതായത് ടെസ്റ്റിംഗ് സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഈ റോഡ്സ്റ്റർ 650ന്റെ ഇമേജസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഓൾമോസ്റ്റ് ഒരു മിറ്റിയോറിന്റെ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു ക്ലാസിക് റെട്രോ ലുക്കും അത് കൂടാതെ തന്നെ ഒരു ക്രൂസർ ആണല്ലോ, ആ ഒരു എൻറ്റയർ ലുക്ക് തീർച്ചയായിട്ടും ഒരു ക്രൂസർ ബേസ്ഡ് ആണ്. ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു മിറ്റിയോർ ഡിസൈൻ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലെ ആ പാട്ട് നോക്കുമ്പോൾ അതായത് ആ ഒരു ഹെഡ് ലാംപ്സ് അതും നമുക്ക് തണ്ടർബേർഡ് അഥവാ മിറ്റിയോർ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എക്സാക്ട്ലി റോഡ്സ്റ്റർ 650 തന്നെ ആയിരിക്കണം എന്നില്ല ഈ ഒരു വണ്ടീന്റെ പേര്, അത് തീർച്ചയായിട്ടും മാറാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി റോഡ്സ്റ്റർ 650 തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി ലോഞ്ച് ആകുമെന്ന് വെച്ചാൽ അറൌണ്ട് മിഡ് ഓഫ് ജൂൺ ടു ജൂലൈ ആണ് നമ്മൾ ഈ ഒരു വണ്ടീനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ. പിന്നെ നമ്മൾ ഇതിന്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അറൌണ്ട് 3 lakhs to 3.5 lakhs ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു അപ്കമിംഗ് ബൈക്സ് ഇൻ ഇന്ത്യ 2021 2022 സ്റ്റാർട്ടിങ്ങിലും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബൈക്സ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞ സമയത്ത് റിലീസ് ആവണമെന്നില്ല. അതായത് ഡ്യൂ ടു പാൻഡമിക് അത് തീർച്ചയായിട്ടും ഷിഫ്റ്റ് ആവുന്ന, അത് എക്സ്റ്റെൻഡ് ആവുന്ന ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേസിക് ഓവർവ്യൂ കിട്ടിക്കാണും ഏതൊക്കെ ബൈക്സ് ആണ് വരാൻ പോകുന്നത്, ഏതൊക്കെ ബൈക്സിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം നിങ്ങളൊരു പ്രിഫറൻസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ വിടുമ്പോൾ താങ്ക് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ ടിൽ ദെൻ. ടേക്ക് കെയർ.